നമസ്കാരം. നൈസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഡൽഹിയിൽ CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്കെതിരെ ഹിന്ദുസേന പ്രവർത്തകർ നടത്തിയ അതിക്രമത്തിൽ മേഖലയിൽ CPM-ന്റെ ശക്തമായ പ്രതിഷേധം. പഴഞ്ഞി വെസ്റ്റ് മങ്ങാട് വായനശാല ഇനി വിജ്ഞാന കേന്ദ്രവും. പെങ്ങാമുക്ക് 44 നമ്പർ അംഗനവാടിയിലെ പ്രവേശനോത്സവം വാർഡ് മെമ്പർ വിജയ ഗോപി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന നിർമ്മിതി കേന്ദ്രം വാക്കുപാലിച്ചില്ല. കുന്നംകുളം ടൗൺ ഹാൾ ഇനിയും തുറന്നില്ല. ഒറ്റ തൈയിൽ നിന്നും 8 കിലോഗ്രാം വരുന്ന 200 മത്തങ്ങളുമായി യുവ കർഷകൻ പ്രവീൺ. വാർത്തകൾ വിശദമായി. ഡൽഹിയിൽ CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്കെതിരെ ഹിന്ദുസേന പ്രവർത്തകർ നടത്തിയ അതിക്രമത്തിൽ മേഖലയിൽ CPM-ന്റെ ശക്തമായ പ്രതിഷേധം. ഡൽഹിയിൽ CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്കെതിരെ ഹിന്ദുസേന പ്രവർത്തകർ നടത്തിയ അക്രമത്തിൽ മേഖലയിൽ CPIM-ന്റെ ശക്തമായ പ്രതിഷേധം. പഴഞ്ഞി ലോക്കൽ കമ്മിറ്റിയുടെ പ്രതിഷേധ പ്രകടനം ജെറുസലേം സെന്ററിൽ നിന്നും ആരംഭിച്ച് പഴഞ്ഞി ടൗൺ ചുറ്റി ജെറുസലേമിൽ സമാപിച്ചു. പ്രതിഷേധ പ്രകടനത്തിന് പഴഞ്ഞി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശ്രീ NK ഹരിദാസൻ, ബാബു പുലിക്കോട്ടിൽ, ഷാജൻ എന്നിവർ നേതൃത്വം നൽകി. പഴഞ്ഞി വെസ്റ്റ് മങ്ങാട് വായനശാല ഇനി വിജ്ഞാന കേന്ദ്രവും. പോർക്കുളം പഞ്ചായത്തിലെ വെസ്റ്റ് മങ്ങാട് ഗ്രാമീണ വായനശാല ഇനി മുതൽ വിജ്ഞാന കേന്ദ്രമായി. 10,000-ലധികം പുസ്തകങ്ങളും 100ഓളം റഫറൻസ് ഗ്രന്ഥങ്ങളുമുള്ള വായനശാല പഞ്ചായത്തിലെ ഏക ഗ്രേഡ് വായനശാലയാണ്. വിജ്ഞാന കേന്ദ്രം പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന ബാബു ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് ഡെന്നീസ് മങ്ങാട് അധ്യക്ഷനായിരുന്നു. അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന സേവനങ്ങൾ ഇനി മുതൽ വായനശാലയിലെ വിജ്ഞാന കേന്ദ്രത്തിൽ നിന്നും ലഭിക്കും. PM സോമൻ, PS ജയപാലൻ, CG രഘുനാഥ്, മേജോ ബ്രൈറ്റ്, KV ജോൺസൺ, PC മോഹൻദാസ് എന്നിവർ പ്രസംഗിച്ചു. പഞ്ചായത്തിൽ തന്നെ മികച്ച വായനശാലകളെ മാത്രം തെരഞ്ഞെടുത്തുകൊണ്ടാണ് ഈ കേന്ദ്രം നമുക്ക് അനുവദിച്ചിരുന്നത്. അപ്പോൾ സാധാരണക്കാരനായ ജനങ്ങൾക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടി, അതുപോലെ ഈ അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ നടക്കുന്നത് പോലെ വായനശാലകളിൽ നിന്ന് സാധാരണക്കാരന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്നൊരു സംരംഭമായിട്ടാണ് ഇതിനെ കണക്കാക്കേണ്ടത്. പെങ്ങാമുക്ക് 44 നമ്പർ അംഗനവാടിയിലെ പ്രവേശനോത്സവം വാർഡ് മെമ്പർ വിജയ ഗോപി ഉദ്ഘാടനം ചെയ്തു. പെങ്ങാമുക്ക് 44 നമ്പർ അംഗനവാടിയിലെ പ്രവേശനോത്സവം വാർഡ് മെമ്പർ ശ്രീമതി വിജയ ഗോപി ഉദ്ഘാടനം ചെയ്തു. അംഗനവാടി ടീച്ചർ MA ചന്ദ്രിക സ്വാഗതം പറഞ്ഞ പ്രവേശനോത്സവത്തിൽ അംഗനവാടി മോണിറ്ററിംഗ് സപ്പോർട്ടിംഗ് കമ്മിറ്റി അംഗങ്ങളായ സജി മാത്യു, അനിത കൃഷ്ണൻ, സുരേഷ്, നിഷ ജോർജ് എന്നിവർ സംസാരിച്ചു. അംഗനവാടി ടീച്ചറായ KM സരോജിനി നന്ദി രേഖപ്പെടുത്തി. നിരവധി രക്ഷകർത്താക്കളും യോഗത്തിൽ പങ്കെടുത്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മൂലേപ്പ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. 6 പതിറ്റാണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള മൂലേപ്പ ടെക്സ്റ്റൈൽസിൽ ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് എന്നിവർക്കായുള്ള തുണിത്തരങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു. ക്യാപ് ടോപ്പ്, വെൽവെറ്റ് ഫ്രോക്സ്, ഗൗൺ ഫ്രോക്സ്, പാനമേരിക്ക, MCR, രാംരാജ്, ഏഞ്ചൽ ഫോം എന്നീ കമ്പനികളുടെ തുണിത്തരങ്ങളും ലഭ്യമാണ്. മൂലേപ്പ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി.
എല്ലാവിധ ഫർണിച്ചറുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും വിപുലമായ ശേഖരത്തോടുകൂടി ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് എന്ന സ്ഥാപനം പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വെറും 20 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫർണിച്ചർ സാധനങ്ങൾ സ്വന്തമാക്കുവാൻ ഒരു സുവർണാവസരം. ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, മെയിൻ റോഡ്, പഴഞ്ഞി. ഫോൺ 94 95 33 13 22 94 97 88 72 49. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. Rojapak Manufacturing Office, NVKM and Sons, Dindigul. Zone Distributor, Roja Agencies, Kunnamkulam. Phone 9446 145776 9446 145778. വാർത്തകൾ തുടരുന്നു. സംസ്ഥാന നിർമ്മിതി കേന്ദ്രം വാക്കുപാലിച്ചില്ല. കുന്നംകുളം ടൗൺ ഹാൾ ഇനിയും തുറന്നില്ല. മെയ് 31 നവീകരണ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് കുന്നംകുളം നഗരസഭ ടൗൺ ഹാൾ ജനങ്ങൾക്ക് തുറന്നുകൊടുക്കാൻ കഴിയുമെന്ന സംസ്ഥാന നിർമ്മിതി കേന്ദ്രത്തിന്റെ ഉറപ്പ് പാഴായി. ടൗൺ ഹാൾ നവീകരണ ജോലികൾ പൂർണ്ണമായും അവസാനിക്കാൻ ഇനിയും ആഴ്ചകൾ വേണ്ടിവരുമെന്ന് ജീവനക്കാർ പറഞ്ഞു. മാസങ്ങൾക്ക് മുൻപ് നഗരസഭയിൽ ചേർന്ന അവലോകന യോഗത്തിൽ സംസ്ഥാന നിർമ്മിതി കേന്ദ്രം ഉദ്യോഗസ്ഥയാണ് മെയ് 31 നവീകരണ ജോലികൾ പൂർത്തീകരിക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നത്. ടൗൺ ഹാളിന്റെ നവീകരണ ജോലികൾ 75% പൂർത്തിയായി. ഹാളിലെ ഉൾവശത്തെ ജോലികളാണ് ഇനി പൂർത്തീകരിക്കാനുള്ളത്. തറ വൃത്തിയാക്കുന്ന ജോലികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശബ്ദ നിയന്ത്രണ സംവിധാനങ്ങളും സീലിംഗും വൈദ്യുതീകരണ ജോലികളും പെയിന്റിംഗും പൂർത്തിയായി. സ്റ്റേജിന്റെ യാതൊരു നവീകരണ ജോലികളും ആരംഭിച്ചിട്ടില്ല. സ്റ്റേജ് നവീകരണ ജോലികൾ കരാറെടുത്തവർ പ്രവർത്തനങ്ങൾ ആരംഭിക്കാത്തതാണ് വൈകാൻ കാരണം. വർഷങ്ങളോളം ഉപയോഗശൂന്യമായി അടച്ചിട്ടിരുന്ന ടൗൺ ഹാളിൽ ഇഴജന്തുക്കളും വവ്വാലുകളും മറ്റും താവളമാക്കിയിരുന്നു. മുകളിലെ ആസ്ബെറ്റോസ് ഷീറ്റ് പല ഭാഗത്തും തകർന്ന് മഴവെള്ളം ഹാളിനകത്ത് തളം കെട്ടിക്കിടന്നിരുന്നു. വാതിലുകൾ മുഴുവൻ ചിതലെടുത്ത് നശിച്ചിരുന്നു. കെട്ടിടം അകത്തും പുറത്തും തകർന്ന അവസ്ഥയിലായിരുന്നു. ഇതിനു പുറമെ ടൗൺ ഹാളിനോട് ചേർന്നുള്ള മിനി ഹാളും ഉപയോഗശൂന്യമായ അവസ്ഥയിലായിരുന്നു. മിനി ഹാളിന്റെ നവീകരണ ജോലികളും ഇതോടൊപ്പം പൂർത്തീകരിച്ചു. നവീകരണ ജോലികൾ അവസാന ഘട്ടത്തിലാണെന്ന് സംസ്ഥാന നിർമ്മിതി കേന്ദ്രത്തിന്റെ കരാറുകാരൻ വ്യക്തമാക്കി. എന്നാൽ മഴ ശക്തമായതോടെ സ്റ്റേജിന്റെ ചില ഭാഗങ്ങളിലും മിനി ഹാളിന്റെ പിറകിലെ വരാന്തകളിലും ചോർച്ച വീണ്ടും രൂക്ഷമായിട്ടുണ്ട്. ഇത് സിമന്റ് തേച്ച് അടയ്ക്കുമെന്ന് തൊഴിലാളികൾ പറഞ്ഞു. ജൂൺ അവസാനത്തോടെ നവീകരണ ജോലികൾ പൂർത്തിയാക്കുമെന്ന് തൊഴിലാളികൾ സൂചിപ്പിച്ചു. ടൗൺ ഹാളിലെ ഉപയോഗശൂന്യമായ വസ്തുക്കൾ ലേലം ചെയ്യാൻ നഗരസഭ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഒറ്റ തൈയിൽ നിന്നും 8 കിലോഗ്രാം വരുന്ന 200 മത്തങ്ങളുമായി യുവ കർഷകൻ പ്രവീൺ. ജൈവ കർഷകനായ തിരുത്തിക്കാട് തയ്യിൽ വീട്ടിൽ ദാമോദരനും മകൻ പ്രവീണും ചേർന്ന് പറമ്പിലും വീടിന്റെ ടെറസിലുമായി ചെയ്യുന്ന ജൈവ കൃഷിയിടത്തിലാണ് ഒറ്റ തൈയിൽ നിന്നും 8 കിലോ വരുന്ന 200ഓളം മത്തങ്ങ വിളവെടുത്തത്. മഞ്ചേരിയിലുള്ള കർഷകർ 1 വർഷം മുമ്പ് നൽകിയ വിത്തുകൾ 8 മാസം മുമ്പാണ് നട്ടത്. ഒന്നൊഴികെ എല്ലാം നശിച്ചുപോയെങ്കിലും പടർന്നു പന്തലിച്ച ഒരു തൈയിൽ നിന്നാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി 200ഓളം മത്തങ്ങകൾ വിളവെടുത്തത്. അനീഷ് ഇയാൽ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. മഹേഷ് തിരുത്തിക്കാട്, രൺദീപ്, പ്രശാന്ത് എന്നിവർ പ്രസംഗിച്ചു. നാടൻ മത്തങ്ങയ്ക്ക് ആവശ്യക്കാരേറെയാണെന്ന് പ്രവീൺ പറഞ്ഞു. വ്യത്യസ്ത ഇനം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഇവിടെയുണ്ട്. ചുവപ്പും വയലറ്റും പാഷൻ ഫ്രൂട്ടും സ്ട്രോബെറിയും വളർന്നു വരുന്നുണ്ട്. സൗജന്യമായി വിത്തുകളും പ്രവീൺ വിതരണം ചെയ്യുന്നുണ്ട്. വിപണി: അടയ്ക്ക പഴയത് 4200 രൂപ, പുതിയത് 4150 രൂപ മുതൽ 4450 രൂപ വരെ.
രണ്ടാം തരം 2,900 രൂപ മുതൽ 3,450 രൂപ വരെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഡൽഹിയിൽ CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്കെതിരെ ഹിന്ദുസേന പ്രവർത്തകർ നടത്തിയ അതിക്രമത്തിൽ മേഖലയിൽ CPM-ന്റെ ശക്തമായ പ്രതിഷേധം. പഴഞ്ഞി വെസ്റ്റ് മങ്ങാട് വായനശാല ഇനി ഈ വിജ്ഞാന കേന്ദ്രവും. പെങ്ങാമുക്ക് 44 നമ്പർ അങ്കനവാടിയിലെ പ്രവേശനോത്സവം വാർഡ് മെമ്പർ വിജയ ഗോപി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന നിർമ്മിതി കേന്ദ്രം വാക്കുപാലിച്ചില്ല. കുന്നംകുളം ടൗൺ ഹാൾ ഇനിയും തുറന്നില്ല. ഒറ്റ തൈയിൽ നിന്നും 8 കിലോഗ്രാം വരുന്ന 200 മത്തങ്ങളുമായി യുവ കർഷകൻ പ്രവീൺ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.